ഉമ്മാടെ അല്ല മോളുടെ അല്ല വാപ്പാടെ ഐഡിയ ആയിരുന്നു. പണ്ടെന്ന് പറഞ്ഞൊരു ഫിക്സഡ് സാലറിയിൽ വർക്ക് ചെയ്ത് അത് ഇത്ര തന്നെയാണെന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ അന്ന് ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒരു സാലറി തന്നെയാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു അവയർനെസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് അത് ചെയ്യാൻ പറ്റിയത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഒട്ടും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത നസ്രീൻ സാദത്താണ്. ഈറ്റ് കൊച്ചി എന്ന പേജ് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പേജിൻ്റെ ഫൗണ്ടറാണ് നസ്രിൻ. നമ്മുടെ ഐമാറ്റ് ഗ്ലോബലിൽ ഒരു ഉമ്മയും മോളും കൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലത്തെ മോളാണ് നമ്മുടെ കൂടെയുള്ള നസ്രിൻ. ഇപ്പോൾ നസ്രിൻ ഒക്കെ സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഐമാറ്റ് ഗ്ലോബൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമായിരുന്നോ? എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരുന്നു ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. കാരണം എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഐമാറ്റിലായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി അവിടെ വന്നിട്ട് ജോയിൻ ചെയ്യാൻ തന്നെ കാരണം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഈ ഈറ്റ് കൊച്ചി എന്ന പേജ് തുടങ്ങിയത്, അതോ അത് കഴിഞ്ഞിട്ടാണോ? എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? ഞാൻ ബേസിക്കലി എനിക്ക് മൊത്തത്തിൽ ഈ ഐമാറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതിലും കുറച്ചും കൂടി ഡീപ്പായിട്ട് എനിക്ക് കോണ്ടൻറ്റ് എല്ലാം സെറ്റായത് ഇത് പഠിച്ചതിന് ശേഷമാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ 3 കൊല്ലമായി പഠിച്ചിട്ട്. ഞാൻ കുറേ കമ്പനീസിൽ വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ എടുത്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കോയിൻസിഡൻസ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഒരു പേജ് തുടങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവായിരുന്നു. പിന്നെ പതുക്കെ തുടങ്ങി അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ഈറ്റ് കൊച്ചി എന്നുള്ളൊരു പേജ്. ഇപ്പോൾ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പലരുടെ മനസ്സിലും കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ജോബല്ല. എപ്പോഴും ഒരു ഹൈക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഹൈയും ലോ ആയിട്ട് എപ്പോഴും ഇത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ജോബും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസും, പിന്നെ ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ പറയാൻ പറ്റുക? ഇപ്പം കുറേ പിള്ളേർ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക്. അപ്പോൾ അവർക്കൊരു അതെ നമ്മൾ ഇപ്പോൾ ശരിയാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുള്ള ഫീൽഡാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ഇറങ്ങി എന്താ പറയുക സേഫായിട്ട് നിൽക്കാമെന്ന് ഒരിക്കലും എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹാർഡ് വർക്കും കൂടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റിംഗ് നോക്കുക. അതാണ് മെയിനായിട്ട് ഇൻസ്റ്റ മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കുറച്ചും കൂടി എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഇതേന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്ക്വേർഡ്സ് ആയി പോകും. ഒരു ജോബാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ. അതിൻ്റെ കൂടെ ഇതും കൊണ്ടുപോവാണ്. അതെ, കാരണം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതനുസരിച്ചുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഇത് മാത്രം കൊണ്ടുപോകാം. അല്ലാത്തപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്കൊരു ജോബിൻ്റെ കൂടെ, ഞാനും ഇപ്പോൾ ഗാർണിഷ് കാറ്റേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈറ്റ് കൊച്ചി എന്നുള്ള പേജ് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കയറി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് തന്നെ മൊത്തത്തിലേക്കായിട്ട് കൺവേർട്ട് ആയത്. ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അതിലുള്ള? ഇപ്പോൾ നമ്മളിങ്ങനെ ഇത് പഠിച്ച് കഴിഞ്ഞാലേ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഹെൽപ്പ് ഉണ്ടോ? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അൽഗോറിതംസ്, അതൊക്കെ വേണമെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു അവയർനെസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. അപ്പോൾ ഒരു കോഴ്സ് എന്തെങ്കിലും നമ്മളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ കുറച്ച് എന്താ പറയുക അവയർനെസ് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഈ ഒരു പേജ് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എന്താണെന്നുള്ളൊരു അവയർനെസ് വേണം. കുറേ പേർക്ക് അറിയില്ല, പക്ഷേ അവരുടെ പേജും എന്താ പറയുക അവരുടെ കോണ്ടൻസും കയറുന്നുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് കുറച്ചെങ്കിലും ഇതിൽ അവയർനെസ് വേണം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയത് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമലി ഉമ്മമാരാണ് കുട്ടികളെ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ കൊണ്ടാക്കൽ. ഇത് നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഉമ്മയും മോളും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ പിന്നെ ഇത് ആരുടെ ഐഡിയ ആയിരുന്നു മെയിനായിട്ട്? ഉമ്മയുടെ ആണോ മോളുടെ ആണോ? ആർക്കായിരുന്നു ഇതിൽ വരാൻ കൂടുതൽ ഇൻട്രസ്റ്റ്? ഉമ്മയുടെ അല്ല മോളുടെ അല്ല വാപ്പാടെ ഐഡിയ ആയിരുന്നു.
എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെ ടീമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉമ്മാക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇതെന്താണെന്ന് അറിയണം. അപ്പോൾ വാപ്പ ത്രൂ ആണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വാപ്പച്ചിക്കാണെന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇനി ഫ്യൂച്ചർ, ഇത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും പുള്ളിയാണ് പുഷ് ചെയ്ത് വിട്ടത്. അതായത് അഡ്മിഷൻ്റെ സമയത്ത് വാപ്പയും ഉമ്മയും മോളും കൂടിയാണ് വന്ന് ചെറിയൊരു കുട്ടിയും ഒക്കെ ആയിട്ടാണ് വന്നത്. അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലയായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഉമ്മാക്കാണെങ്കിൽ ഇപ്പോൾ വാപ്പ ബിസിനസ്സാണ്, എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ബിസിനസ് ത്രൂ ആയതുകൊണ്ട് അവിടെ എന്താ പറയുക, അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അപ്പോൾ എനിക്കും ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാനും കോഴ്സ് എടുത്തിട്ട് ചെയ്തത്. മോള് സെബയും ഇപ്പോൾ കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഉമ്മയും മോളും തമ്മിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ ആണോ? അല്ല, നമുക്കിങ്ങനെ ചിലതൊക്കെ കാണാം, കമൻസിലൊക്കെ കാണാം ഇങ്ങനെ ഉമ്മനെക്കാട്ടിയും വലിയ മോളായിട്ട് വരുന്നത്. ഇപ്പോൾ എന്താ വീട്ടിലെന്താണ് അവസ്ഥ? അവൾക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അവൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, ഇത്രയും പേര് കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് എന്നേലും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഷൂട്ടിനാണെന്ന് പറഞ്ഞാലും അവൾ ആദ്യം ചാടി ഞാൻ അങ്ങനെ ചെയ്തോളാം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട, കാരണം അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ നമുക്ക് പേഴ്സണലായിട്ടൊരു പ്രൗഡായിട്ടൊരു മൂമെൻ്റ് എന്ന ആ ഒരു അവാർഡൊക്കെ കിട്ടിയത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവാർഡ് ഭയങ്കര പ്രൗഡ്ഫുൾ മൂമെൻ്റ് സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രീമിയം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ചിട്ടൊരു അവാർഡ്. പിന്നെ IAS ജോസഫ് സാറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു ഞാൻ അവാർഡ് വാങ്ങിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ്ഫുള്ളായിരുന്നു. ഇപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് ഇപ്പോൾ നല്ല ബിസിനസ്സും ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വ്ളോഗിങ്ങും ഉണ്ട്, പിന്നെ ഫാമിലി അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കൂടെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യണത്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ചെറുതാണ്, അപ്പോൾ അവരെ ആണെങ്കിലും സ്കൂളിൽ വിടണം, പിന്നെ നമ്മുടേതായിട്ടുള്ള ഫാമിലി കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. പിന്നെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുറച്ച് മെച്യൂരിറ്റിയാണ്, അവൾ അത്യാവശ്യം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പക്ഷെ മെയിനായിട്ട് ഇക്കാടെ ഉമ്മായും വാപ്പായുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. കാരണം അവൾ ക്ലാസ് വിട്ട് വന്നാലും അവിടെയാണ് മൊത്തത്തിൽ ഉമ്മ വാപ്പ ഏറ്റെടുത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനില്ല. നല്ല ഇൻലോസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇത്രയും കൊണ്ടെത്തിക്കാൻ പറ്റിയതിൽ വലിയൊരു റോളുണ്ട്. കാരണം ഉമ്മാക്ക് നമുക്ക് എന്താ പറയുക, കുറച്ച് വയ്യാത്ത ബുദ്ധിമുട്ടും പ്രായത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മോനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ എൻ്റെ ഷൂട്ടിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആണ്. നമുക്കിപ്പോൾ ചലഞ്ചിങ് വീഡിയോസ് ആണെങ്കിലും ഓഡിയൻസ് അറ്റൻഷനൊക്കെ ഈവനിങ് ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഇവൾ ക്ലാസ് വിട്ട് മദ്രസക്ക് പോകണം, ട്യൂഷൻ, അങ്ങനെ ഒരുപാട് റോളിങ് ചെയ്യണ ടൈമാണ്. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കണ ഇൻലോസാണ്. കാരണം എൻ്റെ ഉമ്മ വാപ്പ ഫുള്ള് വർക്കിംഗ് ആണ്, അവർ വർക്കിംഗ് പാരൻസ് ആണ്. അപ്പോൾ ഇക്കാടെ ഉമ്മ ഫുള്ള് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ ഒരു മോളിങ്ങനെ മറ്റു വർക്ക് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടാണ്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പിള്ളേരെ നോക്കലാണ് ഏറ്റവും എല്ലായിടത്തും. ഇപ്പോൾ വർക്കിംഗ് പാരൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള കൺസേൺ പിള്ളേരുടെ കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ പാരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. അതിൽ ഞാൻ നല്ല രീതിയിൽ ബ്ലെസ്സിങ് ആണ്. നിങ്ങളിപ്പോൾ ഇത് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഇതുണ്ടല്ലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ചാലഞ്ചിങ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽക്കൊക്കെ എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ വന്നത്? ഇതിലേക്ക് കോയിൻസിഡൻസ് ഒന്നുമല്ല. എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇൻഫ്ലുവൻസിങ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങണം എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമാണെങ്കിലും ഞാൻ ആങ്കേഴ്സിനെ വെച്ചാൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വരുന്നത്, പേജിലേക്ക് ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഫുഡ് ചലഞ്ചിങ്, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് അറ്റൻഷൻ വേണ്ടി അവർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് കോയിൻസ് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേജിൻ്റെ ഒരു ഫോളോവറാണ് നമ്മൾ വെറുതെ വിടാറില്ല, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും 3 lakh ഫോളോവേഴ്സിലേക്ക് എത്താൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ഗെയിംസും അങ്ങനത്തെ ചലഞ്ചിങ്, അതായത് നമ്മുടെ പേജ് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരാൾ കാണുമ്പോൾ
ഇത് നമ്മൾ കൊച്ചി ബേസ്ഡ് ആണ് മൊത്തത്തിൽ ചെയ്യണത്. സത്യം പറഞ്ഞാൽ എനിക്ക് മെജോറിറ്റി ഒരു 60-70% ഫോളോവേഴ്സ് ഉള്ളത് കൊച്ചി ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അവർ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക, അവർക്കും പ്രയോജനമുള്ളൊരു കാര്യമല്ല. പിന്നെ ഞാൻ മൊത്തത്തിൽ ഫുഡ് മാത്രമല്ല, പ്രമോഷൻസ്, അതായത് ക്ലോത്തിങ്, ഇന്ന പ്രമോഷൻസ് എന്നില്ല, ഹൈപ്പർ മാർക്കറ്റ്സ് എല്ലാത്തിൻ്റെ ടൈപ്പ് ഓഫ് വീഡിയോസും ചെയ്യാറുണ്ട്. നമുക്ക് അഫോർഡബിൾ റേറ്റിലും പ്രീമിയം ഉള്ള ഷോപ്സും എല്ലാം നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആണെന്ന് തോന്നിയോണ്ടായിരിക്കണമല്ലോ. നിങ്ങൾ ഇതിന് മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ആ ലൈഫാണോ കുറച്ചുകൂടി നിങ്ങൾക്ക് സെക്യൂർഡ് അല്ലെങ്കിൽ സേഫ്, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫാണോ? ഇപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര കണ്ടന്റ് ക്രിയേഷനും, അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ടോട്ടലി പ്രിഡിക്റ്റബിൾ അല്ലാത്ത ഒരു ലൈഫല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, പ്രിഡിക്റ്റബിൾ അല്ല. അപ്പോൾ ഏത് ലൈഫിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്? ഒബ്വിയസ്ലി ഇപ്പോഴത്തെയാണ്. കാരണം നമ്മളിപ്പോൾ കൊച്ചി കൂടെ എന്തെങ്കിലും ഷൂട്ടായിട്ട് അല്ലെങ്കിൽ പോകുമ്പോഴും നമുക്ക് ഫോളോ ചെയ്യുന്നവർ വന്നിട്ട് നല്ല വീഡിയോസാണ് കേട്ടോ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈഫ് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതാ സേഫ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക്? സേഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സാലറിയിൽ വർക്ക് ചെയ്ത് അത് ഇത്ര തന്നെയാണെന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ അന്ന് ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒരു സാലറി തന്നെയാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഫിക്സഡ് സാലറിയാണ്. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമുക്ക് എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രയും എമൗണ്ട് നമുക്ക്, അല്ലെ എമൗണ്ട് മാത്രമല്ല അത്രയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലൈഫാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരായിട്ടുള്ള അത് ഭയങ്കര, കാരണം നമ്മൾ ഒരാൾ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓടി വന്നിട്ട് നല്ല വീഡിയോസാണ് കേട്ടോ ചെയ്യണത്, അടിപൊളിയാണെന്ന് പറയുമ്പോൾ ആ ഒരു അപ്രിസിയേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ്ഫുൾ തോന്നുന്ന ഒരു മൊമെന്റ്. ഒരു മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഫാൻ ഇന്ററാക്ഷൻ മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ചേച്ചിയുടെ അത് പുള്ളിക്കാരത്തി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മറ്റേ ലോട്ടറി ഇതൊക്കെ സംഭവങ്ങളൊക്കെ മറൈൻ ഡ്രൈവിൽ വിൽക്കണ പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തി യൂട്യൂബിലാണ്, ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ടിന് വേണ്ടി പോയപ്പോഴത്തേക്കും വന്നിട്ട് ഇങ്ങനെ പേജിൻ്റെ പേരറിയില്ല, ഞാൻ കാണാറുണ്ട്. നമ്മുടെ ആങ്കേഴ്സ് ഉണ്ട്, അപ്പോൾ അവരായിട്ട് എനിക്കറിയാം ഇങ്ങനെ കൊടുക്കണേല്ലേ, ഗോൾഡ് കോയിൻ കൊടുക്കണേല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ, ഇങ്ങനെ ഫോണിൽ കൂടെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെൻറ്റ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ എന്ന് പറയും. അപ്പോൾ ഈ സക്സസ്ഫുൾ വുമൻ്റെ പിന്നാലുള്ള ഒരു മാൻ ഉണ്ടല്ലോ, ആ മാനിനെ പറ്റിയിട്ട് കുറച്ച് ഞങ്ങളുടെ അടുത്ത് പറയാം. ഒബ്വിയസ്ലി മാൻ, ആ ഒരു ബിഹൈൻഡ് മാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളിപ്പോൾ ഒരു പേജ് തുടങ്ങാൻ പോണെങ്കിൽ അങ്ങനെ തുടങ്ങിയാൽ ശരിയാവും, തുടങ്ങിയിട്ട് ശരിയായില്ലെങ്കിൽ വിട്ട് കളയാം. എന്ത് കാര്യത്തിനും ഇപ്പോൾ നമുക്ക് പേജ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമായിരുന്നു. ഐ മീൻ കുറച്ച് കമ്പനീസ്, നമ്മളുടെ തന്നെ ഓൾറൗണ്ട് ഫ്രണ്ട് സർക്കിളിൻ്റെ കുറച്ച് കമ്പനീസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ട്, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് കുറവായിരുന്നു. അന്നത്തെ ഒരു ഹാർഡ് വർക്ക്, അന്നത്തെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അത് ചെറുതായിട്ട് ഫ്ലോപ്പായിരുന്നു. അപ്പോഴും അടുത്തത് ചെയ്തോ എന്ന് പറയാനൊരാൾ ബിഹൈൻഡ് ഉള്ളത്, അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് അല്ലേ. അതിൽ ഞാൻ 100% ഭയങ്കര. അപ്പോൾ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണോ ഫാമിലിയിലത്തെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ മക്കളുടെ കാര്യങ്ങൾ, ബിക്കോസ് ആസ് എ വർക്കിംഗ് വുമൻ നമുക്ക് കുറേ സമയം അങ്ങനെ പോലെ, അപ്പോൾ രണ്ടുപേരും സപ്പോർട്ടീവ് ആണെങ്കിലാണല്ലോ. പുള്ളിക്ക് ബിസിനസ്സാണ്, പുള്ളിക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ കൂടെ ഇപ്പോൾ ട്രാവലിംഗ് ആണെങ്കിലും പല സമയത്ത് ഇപ്പോൾ എൻ്റെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന പയ്യന്മാരില്ലെങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിൽ കംഫർട്ടബിളും സപ്പോർട്ട് ചെയ്ത് പുള്ളിയാണ് വരുന്നത്. അങ്ങനെ വരുന്നത് കാരണം കുറച്ച് നേരം മാറി നിന്ന് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് പ്രഷർ കൂടുക ബിസിനസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ. പക്ഷേ അത് ഒന്നും പുറത്ത് കാണിക്കാണ്ട് എൻ്റെ കൂടെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ആദ്യം തൊട്ടേ ബിസിനസ്സിൻ്റെ തിരക്കുകളും കാര്യങ്ങളും അറിയാം. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് അതനുസരിച്ചുള്ള സപ്പോർട്ട് പുള്ളി തരണോണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്.